പോസ്റ്റ്മാൻ, KSRTC ഡ്രൈവർ, വീഡിയോ എഡിറ്റർ, തടിപ്പണിക്കാരൻ, ഒടുവിലിതാ സ്ഥാനാർത്ഥി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടവട്ടം നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥിയായ അബി ശശിധരന് ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടുന്നുണ്ട്. ലക്ഷ്യം നാട്ടുകാരുടെ ക്ഷേമം മാത്രമാണ്. ശശിധരന്റെ കഥയിലേക്ക്. കോട്ടവട്ടത്തുകാർക്ക് അബി ശശിധരൻ വെറുമൊരു സ്ഥാനാർത്ഥിയല്ല, കത്തുമായി വീട്ടിലെത്തിയിരുന്ന പോസ്റ്റ്മാൻ, നാട്ടിലൂടെ ഓടുന്ന ആനവണ്ടിയുടെ ഡ്രൈവർ, എല്ലാത്തിലുമുപരി നാട്ടുകാരുടെ ഏതൊരാവശ്യത്തിനും വിളിപ്പുറത്തെത്തുന്നവൻ. ഒരു വിഷ്വൽ എഡിറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പ്രൊഫഷനായി എഡിറ്റിംഗ് തന്നെ തെരഞ്ഞെടുത്തു. പക്ഷേ അച്ഛൻ്റെ മരണശേഷം വീട്ടിലെ പ്രാരാബ്ദങ്ങളെ മറികടക്കാൻ അച്ഛൻ ചെയ്തിരുന്ന ജോലി ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ തടിപ്പണിക്കാരനായി. എന്തു ജോലി ചെയ്യാനും മടിയില്ലാത്ത അബിക്ക് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യം പോലെ പ്രധാനം. വായനശാലയുടെയും ക്ലബിൻ്റെയുമെല്ലാം പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ട്. സംഘടനാ പ്രവർത്തനത്തിനിടെ കശുവണ്ടി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ പാർട്ടി അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ തൊഴിലാളികൾക്കായി ആരു നിരാഹാരം കിടക്കുമെന്നായി. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അബി തന്നെ ദൗത്യം ഏറ്റെടുത്തു. സമരം വിജയം കണ്ടു. കാലങ്ങൾ കഴിഞ്ഞ KSRTC വളയം പിടിക്കാൻ അവസരം ലഭിച്ചതോടെ സ്വന്തം നാട്ടിലൂടെ നാട്ടുകാരുമായി യാത്ര ചെയ്യണമെന്നായി ആഗ്രഹം. മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ ആഗ്രഹമറിയിച്ചതോടെ അതും സാധ്യമായി. നാട്ടുകാരും കൂട്ടുകാരും നിർബന്ധിച്ചതോടെയാണ് സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞത്. ഞാനൊരു പ്രാദേശിക ചാനലായിരുന്നു ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ താൽക്കാലികമായിട്ട് ഈ തപാൽ വകുപ്പിലൊരു പോസ്റ്റ്മാൻ്റെ വേക്കൻസിയിൽ എന്നെ നിർദ്ദേശിച്ച് അങ്ങനെ ഒരു 5-6 വർഷം അവിടെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷമാണ് KSRTCയിൽ ബദലി ജീവനക്കാരനായിട്ട് നിയമിക്കുന്നത്. അപ്പം അത് ഏകദേശം കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് പോയി. അതിനുശേഷമാണ് ഇപ്പം എൻ്റെ നാടിനെ നയിക്കാനായിട്ട് എൻ്റെ പാർട്ടിയും എൻ്റെ നാട്ടുകാരും എന്നെ നിയോഗിച്ചേക്കുന്നത്. അതിലേക്ക് ഒരു ആത്മാർത്ഥമായ പരിശ്രമം എല്ലാവരും ഒത്തൊരുമിച്ച് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെയാണ് ഞാനിപ്പോൾ. വെട്ടിക്കവല പഞ്ചായത്തിലെ കോട്ടവട്ടം നോർത്ത് വാർഡ് 13-ലാണ് അബി ശശിധരൻ ജനവിധി തേടുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥി. വളയം തിരിച്ച വഴികളിലൂടെയും കത്തുമായി കയറിയിറങ്ങിയ വീടുകളിലൂടെയും സ്ഥാനാർത്ഥിയായി കയറിയിറങ്ങുമ്പോൾ നാട്ടുകാർ പകരുന്ന സ്നേഹവും ഉറപ്പും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 28-കാരൻ. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.